പഴം വെച്ചിട്ടുള്ള എല്ലാ സ്നാക്കുകളും മിക്കവാറും എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളതാവും അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ പഴം വെച്ചിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു സ്നാക്കാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം വേണം കേട്ടോ ഇതിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. നേന്ത്രപ്പഴം ഒന്ന് തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 കോഴിമുട്ടയാണ് വേണ്ടത്. കോഴിമുട്ടയും ഒന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്കെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 2 ഏലക്കായ തൊലി കളഞ്ഞിട്ട് അതിൻ്റെ കുരുവും ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതവിടെ മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് ഒരു 1/4 കപ്പ് മൈദയും 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മിക്സിൻ്റെ മുകളിൽ ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ടോ സ്പാറ്റിൽ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മാവ് ഇതുപോലെ കുറച്ചൊരു തിക്കായിട്ടാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട് ഞാൻ. സ്റ്റീലിൻ്റെ പ്ലേറ്റ് ആയാലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ടിട്ട് അതൊന്ന് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ബട്ടർ ഈ ഒരു പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിത് ആവിയിലാണ് കേട്ടോ വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ വെള്ളം പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സ്റ്റാൻഡിൻ്റെ മുകളിൽ ഇത് വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 20-25 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് ടൈമിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരും കേട്ടോ. പരന്നിട്ടുള്ള പാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൊണ്ട് തന്നെ വെന്ത് വരും. അപ്പോൾ ഞാനിത് 20 മിനിറ്റാണ് കേട്ടോ വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് സ്റ്റിക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ മാവ് ഇതിൽ പറ്റിയിട്ടില്ലെങ്കിൽ റെഡി ആയിട്ടുണ്ടാവും. എന്നിട്ട് എടുത്തിട്ട് നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് ഇതിൽ നിന്ന് ഇതുപോലെ എടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മൾ കിണ്ണത്തപ്പം ഒക്കെ പോലുള്ള ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള ഇതും അതുപോലെ തന്നെ കൊക്കോ പൗഡർ ഇട്ടതുകൊണ്ട് ആ ഒരു ചോക്ലേറ്റിൻ്റെ ടേസ്റ്റും കൂടി ഉണ്ടായതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. പിന്നെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്